ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ആലിയ ഭട്ടിന്റെ മേലുള്ള കുറ്റാരോപണം ഇവർ തന്റെ ഇമേജിന്റെ കാര്യത്തിൽ കോഷ്യസ് ആണ് എന്നുള്ളതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ താങ്കളുടെ അഭിനയം പ്രശംസനീയമായത് നാച്ചുറൽ, വെർസറ്റൈൽ, ഹൈവേ വളരെ ഡെയറിംഗ് ആയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു. ഉടുത്ത പഞ്ചാബ്, അതിൽ താങ്കളുടെ അഭിനയം പ്രശംസനീയമാണ്. പക്ഷേ റിസർച്ച് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് താങ്കൾ വേറെന്തോ ആകാനാണ് ആഗ്രഹിച്ചതെന്ന്. ആക്ച്വലി ഞാൻ പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്ത് കരീഷ്മ കപൂറിനെയും ഗോവിന്ദയെയും ഈ സ്ക്രീനിൽ കണ്ടപ്പോൾ ഞാൻ ആ സമയത്ത് വളരെ യങ്ങായിരുന്നു. എനിക്ക് ആക്ടിംഗ് എന്താന്ന് പോലെ അറിയില്ല. അപ്പോ ഐ ജസ്റ്റ് അണ്ടർസ്റ്റുഡ് ഇവർ രണ്ടുപേരും എല്ലായിടത്തും ഡാൻസ് ചെയ്യുകയാണ്. ഗാർഡനിലും റോഡിലും പിന്നെ ട്രക്കിന്റെ മേലെയും കട്ടിലിന് മേലെയും അങ്ങനെ എല്ലായിടത്തും. എനിക്ക് സത്യത്തിൽ അപ്പോഴാണ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത് തന്നെ. ഞാൻ അതേപോലെ ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അപ്പോഴെനിക്കറിയില്ല സീൻ ചെയ്യണം, ആക്ടിംഗ് ചെയ്യണം, സംസാരിക്കണം എന്നൊക്കെ. എന്റെ യഥാർത്ഥ താല്പര്യം ഡാൻസിന്മേലായിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഞാൻ അറിഞ്ഞത് മുഴുവൻ പടത്തിലും നമ്മൾ ചെയ്യണമെന്ന്. പിന്നീട് അതെല്ലാം എനിക്ക് വളരെ ഈസി ആയിത്തീർന്നു. എന്താ കരീഷ്മയും ഗോവിന്ദയും ഷാരൂഖിനെയും കാണാൻ വേണ്ടി സ്കൂള് കട്ട് ചെയ്ത് പോകുന്നു കേട്ടു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ ആക്ച്വലി സൺഡേസിൽ ഇത്രയധികം പടങ്ങൾ വരുന്നതല്ലേ, ഞാൻ ടിവിയുടെ മുന്നിൽ അങ്ങനെ കുത്തിയിരുന്ന് തുടർച്ചയായി എല്ലാ പടങ്ങളും കാണാറുണ്ട്. ബട്ട് ഒബ്വിയസ്ലി എല്ലാ യങ്സ്റ്റേഴ്സും ആ സമയത്ത് ഏതെങ്കിലും പടം കാണണമെങ്കിൽ കട്ടടിച്ചല്ലേ മതിയാവൂ, കാരണം അവർക്ക് വേറെ സമയം കിട്ടാറില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് മൂവി കാണുന്നത് വലിയ കാര്യമാണ്. കൊച്ചു കൊച്ചു ഹോത്തായ പോലുള്ള സിനിമ ആദ്യം ചെയ്യണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നു? എന്നുവെച്ചാൽ അങ്ങനെയുള്ള പടങ്ങളുടെ ആഗ്രഹം തീർച്ചയായും പൂർത്തിയായല്ലോ. കരൺ ജോഹറാണ് ഡയറക്ട് ചെയ്തത്. സോ ഇറ്റ് ഈസ് ലൈക്ക് എ ഡ്രീം കം ട്രൂ, ഓൺലി ഡയറക്ടഡ് ബൈ ഹിം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സിനിമ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും സത്യത്തിൽ ഞാൻ വളരെ നെർവസ് ആയിരുന്നു. എനിക്ക് വെറും 17 വയസ്സായിരുന്നു. ഞാൻ ആ പടം ചെയ്യുമ്പോ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് കൃത്യം 18 വയസ്സാവുകയായിരുന്നു. എനിക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല. ഞാൻ കരണിനെ ഇമിറ്റേറ്റ് ചെയ്തു. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരുപക്ഷെ കരൺ ആ സീൻ എനിക്ക് അഭിനയിച്ച് കാണിച്ചില്ലായിരുന്നെങ്കിൽ എന്താ ചെയ്തിരിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ അവിടെ ഇവിടെയും നടന്നുകൊണ്ടിരിക്കും ആ പടത്തിൽ. അദ്ദേഹം ഫുൾ പെർഫോം ചെയ്ത് എനിക്ക് നൽകുകയായിരുന്നു. ഒരേ ഒരു മൊമെന്റിൽ മാത്രം ഞാൻ ഇങ്ങനെ അന്താളിച്ചു നിന്നുപോയി, കണ്ണു തുറപ്പിച്ച്, അതും ആ പാട്ടിന്റെ സമയത്ത്. ഇതായിരുന്നു കാരണം എനിക്കറിയായിരുന്നു പാട്ടങ്ങനെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവതിയാവും, വീട്ടിലിരിക്കുന്നത് പോലെ തന്നെ. പക്ഷെ ആ പാട്ട് പ്ലേ ചെയ്യുന്നതിന് മുൻപ് തന്നെ താങ്കൾ അച്ഛന്റെ ഓഫീസിലേക്ക് പോയി ശരിക്കും കരഞ്ഞെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. സത്യമാണോ അത്? അതെ, ആക്ച്വലി അദ്ദേഹമാണ് എന്നെ കരയിപ്പിച്ചത്. ഞാൻ വളരെ സ്വീറ്റ്ലി അദ്ദേഹത്തിന് മെസ്സേജ് ചെയ്തു. എന്താന്നെനിക്കറിയില്ല, അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്തിട്ടേയില്ല. അതായത് ഞാൻ അച്ഛന് മെസ്സേജ് ചെയ്ത് പറഞ്ഞ കാര്യം ഞാൻ എന്റെ അകത്ത് എന്താ വച്ചിരിക്കുന്നതെന്നും ഞാൻ എല്ലാ കാര്യങ്ങളും വളരെ സീക്രട്ടായി വച്ചിരിക്കുന്നു എന്നുമാണ്. ഞാൻ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛന് മെസ്സേജ് ചെയ്തത്. എനിക്കുറപ്പാ ഞാൻ വളരെ നെർവസ് ആയിരുന്നു. അദ്ദേഹം എന്നോട് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. എന്നാ ശരി, ഞാൻ വിചാരിച്ചത് തനിച്ചെന്തെങ്കിലും എന്നോട് പറയുന്ന. അങ്ങനെയല്ല, ഞാൻ അങ്ങോട്ട് പോയപ്പോ ഇമ്രാൻ ഹാസിം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ചേച്ചി പൂജ, എന്റെ ചിറ്റപ്പൻ മുകേഷ് സർ, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. 7 8 പേരുണ്ടായിരുന്നു. എന്റെ അച്ഛനെയും കൂടി ചേർത്താൽ വലിയൊരു വാൾക്കൂട്ടം പോലെ. എല്ലാരും അങ്ങനെ ചുറ്റിലിരിക്കുന്നു, സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. അതെ, തീർച്ചയായും. ഞാൻ അങ്ങനെ നേരെ അകത്തേക്ക് പോയി. പക്ഷേ ഞാൻ ചിരിച്ചിരുന്നില്ല, മുഖം ഇങ്ങനെ വെച്ചു. അപ്പോ അച്ഛൻ പറഞ്ഞു, ആലിയ വളരെ നെർവസാണ്, വരൂ മിഡിലേക്ക് നിൽക്കൂ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അതിനെന്താ. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ ഓൾമോസ്റ്റ് ആപ്കി അദാലത്ത് പോലെയുള്ള ആംബിയൻസ് ആയിരുന്നു. അങ്ങനെ നിന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഓക്കെ, നീ ഇപ്പോൾ പറയേണ്ടത് നിന്റെ ഫീലിംഗ്സ് എന്താണെന്നാണ്. ആദ്യം ഞാൻ വളരെ ഇറിറ്റേറ്റ് ആയി. എന്താ അച്ഛൻ ഇങ്ങനെ സ്പോട്ട്ലൈറ്റിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറയുന്നു. ശരി, ഞാനത് കാര്യാക്കില്ല. ഞാൻ സംസാരിക്കാൻ തുടങ്ങി. സംസാരിച്ച് ഞാൻ കരഞ്ഞു. എന്റെ ഏറ്റവും വലിയ പേടി ഇതായിരുന്നു. അത് എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി ചെയ്യേണ്ട കാര്യം എന്താണ്, ഞാൻ അതിലത്ര ഗുഡല്ല. സോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോലും എനിക്ക് പേടിയായിരുന്നു. കാരണം ഞാൻ ചിന്തിച്ചത് ഒരുപക്ഷെ അത് ശരിയായില്ലെങ്കിൽ അത് മാത്രമായിരുന്നു എന്റെ ഏറ്റവും വലിയ പേടി. പിന്നീടത് മനസ്സിലാക്കി ഞാൻ ആ നിമിഷം പറയുകയും ചെയ്തു, ആ ഹോൾ പ്രോസസ് ഇപ്പോൾ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളും പറഞ്ഞിരുന്നില്ലേ, അതായത് ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നെർവസ് ആയിരിക്കുന്നത്. അതെ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ വേണ്ടിയല്ലല്ലോ. അല്ല, സത്യത്തിൽ അത് നല്ല കാര്യമാണ്. നെർവസ്നെസ് നമ്മളിൽ നല്ല കാര്യം ഉണ്ടാക്കുന്നത്. അതുകൊണ്ടല്ലേ 25 വർഷമായി ഈ ഷോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാനും ഓരോ ഷോട്ട് നൽകുന്നതിന് മുമ്പും ക്യാമറയുടെ മുന്നിൽ വരുന്നതിന് മുമ്പ് നെർവസ് ആയിരിക്കും. പിന്നെ അതുമാത്രല്ല, എന്താ ട്രജക്ടറി എന്ന് വെച്ചാ
ദൈവം സഹായിച്ച് എന്റെ കരിയറും 25 വർഷം പോകട്ടെ. അതിനേക്കാളും കൂടുതലാണ്, ഒരു സംശയവുമില്ല. താങ്കളുടെ ആദ്യത്തെ സിനിമ ഹിറ്റായ സമയത്ത് ഭട്ട് സാർ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹം താങ്കളോട് ഓട്ടോഗ്രാഫ് ചോദിച്ചെന്ന് കേട്ടു. അതെ, അദ്ദേഹം ഒരു സ്റ്റാറാണ്, സെലിബ്രിറ്റിയാണ്, ഡയറക്ടറാണ്. ആ അതെ. സമയത്ത് താങ്കളുടെ ഫീൽ എങ്ങനെയായിരുന്നു? എനിക്ക് സന്തോഷായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് ഓട്ടോഗ്രാഫ് നൽകിയപ്പോ അദ്ദേഹം വളരെ ഇമോഷണൽ ആയിരുന്നു. പക്ഷെ അത് പുറത്തു കാണിച്ചില്ല. എങ്കിലും ആ ഓട്ടോഗ്രാഫ് ലാമിനേറ്റ് ചെയ്ത് സേഫായി വെച്ചിട്ടുണ്ട്. അത് മാത്രല്ല, ഒരുപാട് വർഷത്തിനു ശേഷം അതേ ഓട്ടോഗ്രാഫ് എനിക്ക് അദ്ദേഹം തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു എന്റെ ബർത്ത്ഡേ സമയത്ത്. കാരണം താങ്കൾ അതിൽ എഴുതിയിരുന്നു, താങ്ക് യു പാപ്പ ഫോർ നോട്ട് ഹെൽപ്പിംഗ് അറ്റ് ഓൾ. കറക്റ്റ്. താങ്ക് യു പാപ്പ ഫോർ നോട്ട് ഹെൽപ്പിംഗ് മീ അറ്റ് ഓൾ. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, എന്റെ ആദ്യത്തെ പടം ആഗ്രഹിച്ചിരുന്ന അദ്ദേഹത്തോടൊപ്പം ചെയ്യാമായിരുന്നു. അതേപോലെ അദ്ദേഹത്തിനും എന്നെ ഒരുപാട് സഹായിക്കാമായിരുന്നു. പക്ഷേ എന്റെ അമ്മ പോലെ എന്താ ചെയ്തതെന്ന് വെച്ചാ എന്നെ തനിച്ചു വിടുകയായിരുന്നു. അവരെല്ലാം ചിന്തിച്ചത് ഇത്ര മാത്രാണ്, ഞാൻ എന്റെ തീരുമാനങ്ങൾ ഓണായി എടുക്കണമെന്നും എന്തേലും വീഴ്ച വന്നാൽ അതെല്ലാം സ്വയം പരിഹരിക്കണമെന്നും. പക്ഷെ സപ്പോർട്ടിന് അവരുണ്ടായിരുന്നു. പക്ഷേ അവർ ആഗ്രഹിച്ചത് ഞാൻ ആലിയ ഭട്ട് ആയിരിക്കണമെന്നാ, അല്ലാതെ മഹേഷ് ഭട്ടിന്റെ മകൾ ആലിയ ഭട്ടല്ല. എല്ലാം ഞാൻ സ്വയം ചെയ്യണമെന്ന്. സോ ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ സാധാരണ പാരന്റ്സ് എല്ലാം ചെയ്യാറുള്ളത് എല്ലാം ഒരുമിച്ച് ചെയ്യണമെന്നാണ്. പക്ഷേ ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് ആഗ്രഹിച്ചു. എല്ലാം എന്റെ ഇഷ്ടത്തിൽ സ്വാതന്ത്ര്യത്തോടെ ചെയ്യണമെന്ന്. പക്ഷെ വീഴുമ്പോൾ മാത്രം സപ്പോർട്ട് ചെയ്യണം. താങ്കളോട് പലരും ചോദിച്ച ചോദ്യമായിരിക്കും ഇത്. കാരണം അത്രയും വലിയൊരു ഡയറക്ടറായ അദ്ദേഹം എന്തുകൊണ്ട് താങ്കളെ വെച്ചൊരു സിനിമ എടുത്തില്ല എന്നുള്ളത്. അത് പിന്നെ എല്ലാരും ചോദിക്കാറുണ്ട്, എപ്പോഴാണ് അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്നതെന്ന്. പക്ഷെ കാത്തിരിക്കൂ, നല്ല കാര്യങ്ങൾ നടക്കാൻ ഒരുപാട് സമയമെടുക്കില്ലേ. ഭട്ട് സാർ താങ്കളെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന് ഒരു ചെറിയ സീക്രട്ട് എന്റെ കൈവശമുണ്ട്. ആക്ച്വലി അതൊരു മെസ്സേജാണ്. അത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് ഈ മെസ്സേജ് കുറച്ചു സമയത്തിന് മുൻപാണ് അദ്ദേഹം അയച്ചത്, അതും താങ്കൾക്ക് വേണ്ടി, ആലിയ ഭട്ടിന് വേണ്ടി. ആലിയ എന്ന് പറയുന്നത് തന്നെ ഒരു അതിശയമാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ രജത് സാർ, നിങ്ങളുടെ ആപ്കി അദാലത്തിൽ എനിക്ക് വരാൻ ഏകദേശം 50 വർഷമായി, മനസ്സിലായില്ലേ? പക്ഷെ ആലിയ 25 വയസ്സിൽ തന്നെ എത്തി. ഇതൊരു അതിശയമാണെന്നല്ലാണ്ട് എന്താ പറയേണ്ടത്. ഇത്രയും കൊച്ചു പ്രായത്തിൽ തന്നെ അവൾ ഒരുപാട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. ജനങ്ങൾ പറയുന്നത് സത്യം തന്നെയാ. അതായത് ബ്രാൻഡ് എന്ന് പറയുന്നത് മഹേഷ് ഭട്ട് ഏകദേശം ശ്മശാനത്തിന്റെ അളവിനെത്തിയിട്ടുണ്ട്. എനിക്കവള് ഒരു ജന്മം കൂടിയാണ് നൽകിയിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമാണ് എൻ്റെ മകളാണിത് ചെയ്തിരിക്കുന്നതെന്നുള്ളതിൽ. കാരണം എൻ്റെ മകള് എന്നെ കഴിഞ്ഞ് മുകളിലോട്ട് പോകുന്ന കാര്യം എന്നെക്കൊണ്ട് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യം എനിക്ക് എത്രത്തോളം സന്തോഷം നൽകുന്നുണ്ടെന്നത് പറയാൻ. ആലിയ, നീ വെക്കുന്ന ഓരോ വിജയച്ചുവടും ഇത് വെറും ഒരു ആരംഭം മാത്രമാ. ഒരു ആരംഭമേ നീ കുറിച്ചിട്ടുള്ളൂ. ഇനിയും അങ്ങോട്ട് ഒരുപാട് ദൂരം മക്കൾ പോവാനുണ്ടായിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാധിക്കണം. എപ്പോഴും മോള് സെൻസോടെ തന്നെ ഇരിക്കണം. കാരണം ഇവിടെയുള്ളവരെപ്പോഴും തന്നെ മയങ്ങിക്കിടക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ഹിസ്റ്ററിയും ചുവടടിച്ച് പറയുന്നത്. ഗെറ്റ് ക്ലോസ് ടു പീപ്പിൾ, ലേൺ ഫ്രം പീപ്പിൾ ആൻഡ് ഷെയർ all your asset, your wisdom to the people. Love you. ഇതിനേക്കാൾ നല്ലൊരു മെസ്സേജ് വേറെ ആർക്കും നൽകാൻ സാധിക്കില്ല. അത്രയ്ക്ക് മനോഹരമായിരുന്നു അത്. അച്ഛനെക്കുറിച്ച് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? താങ്കളുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നു. സത്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, മഹേഷ് ഭട്ട് ഒരിക്കലും സമാധിയിലേക്ക് പോകാൻ പാടില്ല. അദ്ദേഹം കാരണം ഇന്ന് എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാ, എല്ലാവരും എന്നോട് ചോദിക്കുന്നത് വ്യത്യസ്തമായ റോളുകൾ എങ്ങനെ ചെയ്യുന്നു, എങ്ങനെയാ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കുന്നത്. അതിന്റെയെല്ലാം ഒരേ കാരണം, അതെല്ലാം സംഭവിക്കുന്നത് എന്റെ അപ്ബ്രിംഗിങ് കൊണ്ടാണ്. അദ്ദേഹം കാരണവും എന്റെ മമ്മി കാരണവും. സോ താങ്ക് യു. ഒരുപക്ഷെ നിങ്ങളില്ലായിരുന്നെങ്കിൽ, ആക്ച്വലി നിങ്ങളാ എല്ലാം ചെയ്തത്. പ്രൗഡ്ലി ഞാനങ്ങനെ വിശ്വസിക്കുന്നു. ഞാനൊന്നും ചെയ്തില്ല. സോ താങ്ക് യു. ആലിയ, പൊതുവേ എല്ലാവരും താങ്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഹൈവേയെക്കുറിച്ചുള്ള ചോദ്യമാണ്. എങ്ങനെ അങ്ങനെ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്തു? അതായത് വളരെ ഡയറിംഗ് ആയിട്ടുള്ള ആ ക്യാരക്ടർ എങ്ങനെ സെലക്ട് ചെയ്തു? ആക്ച്വലി ഈ പടത്തിന് വേണ്ടി ഇംതിയാസ് എന്നെ കാണാൻ വന്നപ്പോ ഞാൻ സത്യത്തിൽ വളരെ ഷോക്കായി പോയി. സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ എന്ന പടം ചെയ്തതിനു ശേഷമാണ് എന്നെ കാണാൻ വരുന്നത്. എന്നിൽ എന്താ കണ്ടേന്നറിയില്ല. സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ നല്ല ഗ്ലാമറസ് ഫിലിമാണ്. അഭിനയത്തിന് വേണ്ടി എനിക്ക് ആ പടത്തിൽ സ്കോപ്പ് ഇല്ലായിരുന്നു. പക്ഷെ അതിൽ ഡാൻസ് എല്ലാം ചെയ്യുമ്പോൾ വളരെ ഗ്ലാമറസ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ സത്യത്തിൽ
ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല അങ്ങനെയൊരു പടം എനിക്ക് ലഭിക്കുന്നു തന്നെ. പക്ഷേ ഇംതിയാസ് വളരെ റെസ്പെക്റ്റുള്ള, വളരെ കഴിവുള്ള ഒരു ഫിലിം മേക്കറാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരുപാട് പടങ്ങളുണ്ട്. ജബ് വി മെറ്റ്, റോക്ക് സ്റ്റാർ, സോച്ചാനാഥ. അതുകൊണ്ട് തന്നെ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. സത്യത്തിൽ എന്നെ അതിൽ ഉൾപ്പെടുത്തിയതിന് ഞാൻ അവരോട് താങ്ക്സ് പറയേണ്ടത്. പക്ഷെ അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു ഈ പടം എനിക്ക് വേണ്ടി ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആയി പറഞ്ഞു ഞാൻ ഇത് ചെയ്യാമെന്ന്. ആ സമയത്ത് എന്റെ അച്ഛനും വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം വരുന്ന സമയത്ത് ആക്ച്വലി അത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഈ പെണ്ണ് കാണാനൊക്കെ വരില്ലേ, അതുപോലെ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു, സ്ക്രിപ്റ്റുമായി വരുന്നു, എന്നിട്ട് ഭവ്യതയുടെ കയ്യിൽ കൊടുക്കുന്നു. ഞാൻ സത്യത്തിൽ വളരെ സന്തോഷവതിയായിരുന്നു ഹൈവേ ചെയ്യണമെന്ന് തീരുമാനമെടുത്തപ്പോ. എന്താന്ന് വെച്ചാൽ അതേപോലൊരു എക്സ്പീരിയൻസ് എനിക്കൊരുപക്ഷെ ഇനി ഒരിക്കലും കിട്ടില്ലായിരിക്കും. കാരണം ആരും എന്നെ അങ്ങനെ അറിയില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഹൈവേയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അതെ അതെ, ഞാൻ കരുതുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നല്ല, പക്ഷേ ഒരു സെറ്റിംഗ് ബേസ് അവിടെ എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ ഉടുത്ത പഞ്ചാബ് വളരെ കോൺട്രവേഴ്സി ആയിട്ടൊരു മൂവിയായിരുന്നു. സത്യത്തിൽ എനിക്കൊരു അത്തരത്തിലുള്ള ഒരു കോൺട്രവേഴ്സി അതുവരെ ഞാൻ അഭിനയിച്ച പടങ്ങളിലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പ്രത്യേകിച്ച് എത്തരത്തിലുള്ള സബ്ജക്റ്റ് ആയിരിക്കും. ഞാൻ ആഗ്രഹിച്ചത് ആളുകളെല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ആ പടം കാണണമെന്നാ. പക്ഷേ ആ സമയം സെൻസർ ബോർഡിലെന്ന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരാൻ തുടങ്ങി. ഞാൻ വളരെ ഹർട്ടായിപ്പോയി. ഞാൻ വളരെ അപ്സെറ്റ് ആയിരുന്നു. എല്ലാ പടങ്ങളായി ഞാൻ വളരെ അറ്റാച്ച്ഡ് ആണ്. മാത്രമല്ല സെൻസിറ്റീവ് ആണ്, വളരെ ഡിഫെൻസീവ് ആയിരിക്കും. യഥാർത്ഥത്തിൽ അവിടെ എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, സോഷ്യൽ സിറ്റുവേഷൻ, അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ കൺട്രിയിലുള്ളവർ അറിയണം, നമ്മുടെ ജനങ്ങൾ അറിയണം. പ്രത്യേകിച്ച് പറഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട കോർട്ട്, അവിടെയാണല്ലോ നമ്മൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാറ്. എന്തായാലും എനിക്ക് സന്തോഷായി. പടവും റിലീസായി. പടം റിലീസാവുന്നതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളും അത് ലീക്കാവുകയും ചെയ്തു ഓൺലൈനിൽ. ആ സമയത്ത് എനിക്ക് ഒട്ടും സഹിക്കാനായില്ല. ഞാൻ വളരെ തകർന്നുപോയി. ആ കാര്യങ്ങളെല്ലാം അറിയുന്ന സമയത്ത് എല്ലാം അവസാനിച്ചെന്ന് കരുതുമ്പോഴാ ഫിലിം ലീക്കാവുന്നത്. അതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ഒന്ന് ചെയ്യുന്നു, ഇവിടെ മറ്റെന്തൊക്കെയോ സംഭവിക്കുന്നു. അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഈ ഇൻഡസ്ട്രിയിൽ പൈറസി വളരെ പ്രശ്നമായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്ലീസ് 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 പൈറേറ്റഡ് ഫിലിം കാണുന്നതൊന്നും നിർത്തൂ. വളരെ കഷ്ടപ്പെട്ട ഓരോ പടങ്ങൾ എടുക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോവും. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. നിയമങ്ങളുണ്ട്, പക്ഷെ ആരും ഫോളോ ചെയ്യാറില്ല. എന്നാലും നമുക്ക് ശ്രമിക്കാം. ഈ ഹൈവേ, അതുപോലെ ഉടുത്ത പഞ്ചാബ്, ഇതൊക്കെ സീരിയസ് ടൈപ്പിലുള്ള മൂവീസ് ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് താങ്കൾ ഷാരൂഖ് ഖാനോടൊപ്പം? അതെ, അത് വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ആയിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് വളരെ എൻജോയ് ചെയ്തു. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണ് മുൻപേ മുതൽ. പക്ഷേ അദ്ദേഹത്തെ കണ്ടത് മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനായി മാറി. അതിപ്പോ ഞാൻ എങ്ങനെയാ പറയാ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം മോസ്റ്റ് ചാർമിംഗ് ആൻഡ് മോസ്റ്റ് ലവിംഗ് പേഴ്സൺ. അദ്ദേഹം കാണിക്കുന്ന സ്നേഹം, അദ്ദേഹം കാണിക്കുന്ന ബഹുമാനം, എനിക്ക് തോന്നിയത് അദ്ദേഹമല്ല ഞാനാ ഷാരൂഖ് ഖാൻ എന്നാ. അദ്ദേഹം എന്നെ ട്രീറ്റ് ചെയ്ത വിധം എന്നോട് മാത്രമല്ല എല്ലാരോടും അങ്ങനെ തന്നെയാ. സെറ്റിലും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങൾക്കറിയോ, എല്ലാ ടെക്നീഷ്യൻസ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാവരോടും വളരെ സ്നേഹത്തിലേ പെരുമാറൂ. ആ പടം ചെയ്യുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിൽ നിന്ന് വലിയൊരു പാഠമാ പഠിച്ചത്. ആ സമയം നമ്മുടെ ആ സ്റ്റാർഡം, അതായത് ആ ഭാരമുണ്ടല്ലോ, സത്യത്തിൽ അത് ഭാരം തന്നെയാ. ആ ഭാരത്തെ നമ്മ താങ്ങുകയല്ലേ, അത് അദ്ദേഹം എപ്പോഴും തോളിൽ അങ്ങനെ താങ്ങാറില്ല. ഹി ഡസൻ ബ്രിങ് ദ ബാഗേജ്. ഷാരൂഖ് ഖാൻ അതും ഒരു റൂമിലേക്ക് പോകുമ്പോ പക്ഷേ എല്ലാ ശ്രദ്ധയും അങ്ങോട്ടാണ് പോകുക. പക്ഷെ അദ്ദേഹം ആ ആറ്റിറ്റ്യൂഡ് കാണിക്കാറേയില്ല. വളരെയധികം വിനയാനിതനാണ്. അതേപോലെ എല്ലാവരോടും വളരെ സ്നേഹം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരു ഹ്യൂമൻ ബീയിങ് ആയും ആക്ടറായും.